ഇങ്ങനൊരു ചിക്കൻ ഫ്രൈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ റെഡ് കളറിൽ ഉണ്ടാക്കാറ്. നമുക്ക് കളർ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം. ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചിക്കൻ ഫ്രൈ ആണ്. അപ്പൊ ദേ ഇത് മൂന്നുമാണ് ഗ്രീൻ ചിക്കന് ഗ്രീൻ കളർ കൊടുക്കുന്ന സാധനങ്ങളെ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയാലോ? ഒരു ജാറിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂണോളം കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ കുരുമുളക് ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പച്ച കളർ ഏജൻസ് ആയിട്ടുള്ള പച്ചമുളക്, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ അടിപൊളിയല്ലേ? ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പച്ച കളർ മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാട്ടാ. ഇനി ഇതെല്ലാം കൂടി ചിക്കനിനകത്തോട്ട് നല്ലോണം ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിന്റെ ജ്യൂസും കൂടി നമുക്ക് ആഡ് ചെയ്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ നമ്മുടെ ചിക്കൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാരിനേഷൻ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് എടുത്തു വെക്കണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിക്കൻ്റെ റെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇതാ ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് റെസ്റ്റ് കഴിഞ്ഞ് വന്ന ചിക്കൻ ഓരോരോ പീസായിട്ട് നമുക്ക് ഇതിനകത്തോട്ടിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്തെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളിൽ ചിക്കൻ വേകുകയില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡിയാണ്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പം എങ്ങനെയാ, എല്ലാവരും ട്രൈ ചെയ്ത് വെക്കൂലേ? പിന്നെ കാണാവേ. ബൈ.